നിങ്ങൾ മൗനം പാലിക്കേണ്ട 3 സമയങ്ങൾ പറഞ്ഞു തരട്ടെ. ഇതിൽ മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്നാമത്തത് നമ്മുടെ ഉപ്പ നമ്മുടെ വഴക്ക് പറയുമ്പോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്, ദേഷ്യം പിടിക്കരുത്, തിരിച്ചു പറയരുത്. അത് കേട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയേറെ കാഴ്ചപ്പാടുകളും ജീവിതം കണ്ട ആളുമാണ് നമ്മുടെ ഉപ്പ. അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളെ തിരുത്തുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള മൈൻഡ് സെറ്റാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതേപോലെയുള്ള ടിപ്സുകളും പേഴ്സണൽ ഡെവലപ്മെന്റിന് ആവശ്യമായ കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. രണ്ടാമത്തേത്, നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു പറയാനോ നിങ്ങളൊന്നും ചെയ്യാനോ പോകരുത്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ദേഷ്യത്തെ അടക്കി നിർത്താൻ സാധിക്കുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാൻ. മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങളെ പരാജയത്തെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മൗനം പാലിക്കുക. അവരോട് തിരിച്ചു പറയാനോ അവർക്കെതിരെ സംസാരിക്കാനോ ഒന്നും നിങ്ങൾ പോകരുത്. മറിച്ച് ചെയ്ത് സക്സസ് ആയി അവർക്ക് കാണിച്ചു കൊടുക്കാം. കിൽ ദം വിത്ത് യുവർ സക്സസ്, ബറി ദം വിത്ത് യുവർ സ്മൈൽ.